Dear students, myself Sujit, Department of Mechanical Engineering. നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ ഇവാപ്പറേറ്റർ അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ വിത്ത് ഇൻഡിവിജ്വൽ കംപ്രസർ ആൻഡ് ഇൻഡിവിജ്വൽ എക്സ്പാൻഷൻ വാൽവ് ആണ്. അന്നേരം ഈ ഒരു ലേഔട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇവാപ്പറേറ്ററിനും ഇൻഡിവിജ്വലായിട്ട് എക്സ്പാൻഷൻ വാൽവ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ഇവാപ്പറേറ്റർ കഴിഞ്ഞിട്ടും ഇൻഡിവിജ്വലായിട്ട് കംപ്രസറും ഉണ്ട്. ഈ P1 എന്ന് പറയുന്ന ഇവാപ്പറേറ്ററിലെ ഔട്ടിൽ വരുന്ന ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറന്റിനെ C1 എന്ന് പറയുന്ന കംപ്രസറിലോട്ട് കൊടുക്കുന്നു. പ്രോസസ് 1 to 2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കംപ്രസർ C1 എന്ന് പറയുന്ന കംപ്രസറാണ്. അടുത്ത ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ് ആണ് 1 to 2 റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ P2 ഔട്ടിൽ വരുന്ന 3 എന്ന് പറയുന്ന പോയിന്റിലെ ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറന്റിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് C2 എന്ന് പറയുന്ന സെക്കൻഡ് കംപ്രസർ യൂസ് ചെയ്യുന്നത്. പ്രോസസ് 3 to 4 ആണ് സെക്കൻഡ് കംപ്രസറിലെ ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ P3 എന്ന് പറയുന്ന തേർഡ് ഇവാപ്പറേറ്ററിന്റെ ഔട്ടറിൽ വരുന്ന വേപ്പർ റെഫ്രിജറന്റിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടി C3 എന്ന് പറയുന്ന കംപ്രസർ യൂസ് ചെയ്യുന്നു. പ്രോസസ് 5 to 6 ആണ് C3 എന്ന കംപ്രസർ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഈ മൂന്ന് കംപ്രസറിന്റെ ഡെലിവറി ഒരു സിംഗിൾ ലൈനിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് നേരെ കണ്ടൻസറിലൂടെ കടന്നു പോകുന്നു. അന്നേരം വേപ്പർ റെഫ്രിജറന്റ് ലിക്വിഡ് റെഫ്രിജറന്റ് ആയിട്ട് മാറുന്നു. 7 എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് E1 എന്ന എക്സ്പാൻഷൻ വാൽവ് വഴി എക്സ്പാൻഡ് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ ത്രോട്ടിൽ ചെയ്തതിനു ശേഷം ഈ P1 എന്ന ഇവാപ്പറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ E2 എന്ന എക്സ്പാൻഷൻ വാൽവിലൂടെ എക്സ്പാൻഡ് ചെയ്തതിനു ശേഷം ഈ P2 എന്ന ഇവാപ്പറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ E3 എന്ന എക്സ്പാൻഷൻ വാൽവിലൂടെ പാസ് ചെയ്തതിനു ശേഷം എക്സ്പാൻഡ് ചെയ്യും. അതിനുശേഷം ഈ P3 എന്ന ഇവാപ്പറേറ്ററിലേക്ക് റെഫ്രിജറന്റ് സപ്ലൈ ചെയ്യുന്നു. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ പ്രോസസ് 1 to 2 അതുപോലെ തന്നെ 3 to 4 അതുപോലെ തന്നെ 5 to 6 ഇത് മൂന്നും കംപ്രഷൻ പ്രോസസ് ആണ്, ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ് ആണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഇനി പ്രോസസ് 2 to 7 റെപ്രസെന്റ് ചെയ്തേക്കുന്നത് കണ്ടൻസിങ് പ്രോസസ് ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിലെ എക്സ്പാൻഷൻ പ്രോസസ് ആണ് 7 to 10 റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അതുപോലെ 7 to 9 സെക്കൻഡ് എക്സ്പാൻഷൻ വാൽവിലെ എക്സ്പാൻഷൻ പ്രോസസ്, അതുപോലെ തന്നെ 7 to 8 തേർഡ് എക്സ്പാൻഷൻ വാൽവിലെ എക്സ്പാൻഷൻ പ്രോസസ് ആണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. 10 to 1 ഫസ്റ്റ് ഇവാപ്പറേറ്ററിലെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കാണിക്കുന്ന പ്രോസസ് ആണ് 10 to 1. അതുപോലെ തന്നെ 9 to 3 സെക്കൻഡ് ഇവാപ്പറേറ്റർ ആണ് കാണിക്കുന്നത്. 8 to 5 റെപ്രസെന്റ് ചെയ്യുന്നത് തേർഡ് ഇവാപ്പറേറ്റർ ആണ്. Let Q1, Q2 and Q3 equal load on the evaporator EP1, EP2 and EP3 respectively in ton of refrigeration. Mass of refrigerant required to be circulated through the first evaporator EP1 is M1 is equal to question നോക്കാം. അതായത് EP1ലെ ലോഡാണ് Q1, EP2ലെ ലോഡ് Q2, EP3ലെ ലോഡ് Q3 ആണ്. അങ്ങനെയാണെങ്കിൽ M1 എന്ന മാസ് നോക്കുക. M1 is equal to 210 into Q1 divided by H1 minus H10 ആണ്. M2 എന്ന് പറഞ്ഞാൽ 210 into Q2 divided by H3 minus H9 ആണ്. അതുപോലെ തന്നെ M3 is equal to 210 into Q3 divided by H5 minus H8 ആണ്. അതാണ് റെപ്രസെന്റ് ചെയ്തത്. M1 is equal to 210 Q1 divided by H1 minus H10. M2 is equal to 210 Q2 divided by H3 minus H9. M3 is equal to 210 Q3 divided by H5 minus H8. അതുപോലെ തന്നെ പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ കംപ്രസർ 1 നോക്കാം. അതായത് C1 നോക്കിക്കഴിഞ്ഞാൽ C1ലൂടെ കടന്നു പോകുന്ന മാസ് M1 ആണ്. അന്നേരം അവിടുത്തെ പവർ വരുന്നത് അല്ലെങ്കിൽ വർക്ക് വരുന്നത് M1 into H2 minus H1 ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് കംപ്രസറിലെ വർക്ക് വരുന്നത് M2 into മാസ് M2 ആണ്. M2 into H4 minus
H3 ആണ്. അതുപോലെ തന്നെ തേർഡ് കംപ്രസർ നോക്കിക്കഴിഞ്ഞാൽ M3 ഇൻറ്റു H6 മൈനസ് H5 ആണ് തേർഡ് കംപ്രസറിലെ വർക്ക്. ഈ ഓരോ വർക്കിനെയും ഡിവൈഡ് ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ പവർ കിട്ടും. അതായത് C1 എന്ന് പറയുന്ന കംപ്രസറിലെ പവർ M1 ഇൻറ്റു H1 മൈനസ് H2 മൈനസ് H1 ഡിവൈഡ് ബൈ 60. അതുപോലെ C2 എന്ന് പറഞ്ഞാൽ M2 ഇൻറ്റു H4 മൈനസ് H3 ബൈ 60. C3യിലെ പവർ M3 ഇൻറ്റു H6 മൈനസ് H5 ഡിവൈഡ് ബൈ 60. അതാണ് ഈ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. P1 is equal to M1 into H2 minus H1 by 60. P2 is equal to M2 into H4 minus H3 by 60. P3 is equal to M3 into H6 minus H5 divided by 60. Total power എന്ന് പറഞ്ഞാൽ P1 plus P2 plus P3 ആണ്. അതുപോലെ തന്നെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഓഫ് ദ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ 3 ഇവാപറേറ്റർ ആണ് വരുന്നത്. അന്നേരം 210 ഇൻറ്റു ടോട്ടൽ ലോഡ് നോക്കിയാൽ മതി. 210 ഇൻറ്റു Q1 plus Q2 plus Q3. ഫിഗർ നോക്കാം. 210 ഇൻറ്റു Q1 plus Q2 plus Q3 ആണ് ടോട്ടൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. ടോട്ടൽ വർക്ക് ആണ് നമ്മൾ കണ്ടുപിടിച്ച് ആ വർക്ക് എല്ലാം കൂടെ സം ചെയ്യാം. M1 into H2 minus H1 plus M2 into H4 minus H3 plus M3 into H6 minus H5. ഇത്രയാണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഈ COP എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ ആണ്. റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് 210 into Q1 plus Q2 plus Q3 എന്ന്. അതുപോലെ വർക്ക് ഡൺ M2 into H2 minus H1 plus M2 into H4 minus H3 plus M3 into H6 minus H5. അതായത് വർക്ക് ഡൺ M1 into H2 minus H1 plus M2 into H4 minus H3 plus M3 into H6 minus H5. അന്നേരം റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് വർക്ക് ഡൺ ആണ് COP കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 210 into Q1 plus Q2 plus Q3 divided by P into 60 എന്ന് നമുക്ക് എഴുതാം COP. അന്നേരം ഇതാണ് മൾട്ടിപ്പിൾ ഇവാപറേറ്റർ at different temperature with individual compressor and individual expansion valve. അതിന് pH ഡയഗ്രത്തിൽ നോക്കിയാൽ തന്നെ അറിയാം EP1 ആണ് ഏറ്റവും ലോവർ ടെമ്പറേച്ചർ കിട്ടുന്നത്. അതിന് മുകളിൽ EP2, അതിന് മുകളിൽ EP3 ആണ്. ഓരോന്ന് സെപ്പറേറ്റ് കംപ്രസർ ഉണ്ടായതാണ് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ പ്രോസസ്സ് സെപ്പറേറ്റ് കർവ് ഇവിടെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, താങ്ക് യു.